പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, നിന്റെ വിശ്വാസത്തിൽ വിലപിച്ച് കണ്ണീർ ചിന്തി പാപിയായ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. എത്രയും മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റാഫായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മാലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ മാതാവേ, പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം നമുക്ക്. പ്രിയമുള്ളവരെയും വചനം ശ്രവിക്കാനാണ് നമ്മൾ ഈ അനുഗ്രഹത്തിൻ്റെ ഈ ഒരു സ്ഥലത്തായിരിക്കുന്നത്. വചനം ശ്രവിക്കാൻ വരുമ്പോഴും വലിയ തീക്ഷ്ണതയോടെ ഈശോവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ധനികനായ യുവാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഈശോയെ കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഈശോ ആദ്യം പറയുന്നുണ്ട് കൽപ്പനകളൊക്കെ പാലിക്കാനായിട്ട്, കൽപ്പനകൾ പാലിക്കാൻ. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് ഈശോയെ, ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട്, അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഈശോ രണ്ടാമത് പറയുക, നിനക്കൊരു കുറവുണ്ട്, ഒരു കുറവുണ്ട്. ചോദിച്ചു, എന്താ അതിൻ്റെ കുറവ്? നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാനെന്ന്, കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട്, സമ്പൂർണ്ണ സമർപ്പണം നടത്താനായിട്ട്. പക്ഷെ അവനത് പറ്റിയില്ലെന്നേ. അവൻ പകുതി വെച്ചിട്ട് ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഉപേക്ഷിച്ചിട്ട് പോയാ. അവൻ്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പിന്നെ മായപ്പെടുക, പേര് പോലും പറയുന്നില്ല, മായപ്പെടുക. ചിലതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ പ്രതിയും അവൻ്റെ സുവിശേഷത്തെ പ്രതിയും ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണെന്നാ തിരുവചനം നമ്മളെ ഓർമ്മിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച ഒരു സ്ത്രീയാ പരിശുദ്ധാമ്മ. സർവ്വതും ത്യജിച്ചവളാ അവള്. ഈ ഒരാലയം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിലാ സ്ഥാപിതമായിരിക്കുന്നത്. എത്രയോ മഹത്വരമുള്ളതാണെന്നറിയോ അമ്മയുടെ മാധ്യസ്ഥം. സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥവ, സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥവ, അനുഗ്രഹത്തിന്റെ അക്ഷയ പാത്രമ. കുറവുകളെ നിറവുകളാക്കുന്നവളാ പരിശുദ്ധ അമ്മ. കുറവുകളെ നിറവുകളാക്കുന്നവളാണെന്നേ. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ തന്നെ തിരുക്കുമാരനോട് ചോദിക്കുകയും അത് അവളിലൂടെ നമുക്കത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സ്വർഗീയ മാധ്യസ്ഥവ പരിശുദ്ധ അമ്മയുടെ തിരുസഭാമ. നമ്മൾ എത്രയോ മഹത്തരമുള്ളതാണെന്നറിയോ കത്തോലിക്കരായി നമ്മൾ ഓരോരുത്തരും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈശോയാണ്. എന്നാൽ പോലും ആ ഈശോയെ ആശ്രയിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ദിവസവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കുറഞ്ഞതൊരു 4 ജപമാലയെങ്കിലും എൻ്റെ പൗരോഹിത്യത്തിനെയൊക്കെ അടിത്തറയാണെന്ന് ഞാൻ പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ജപമാലയും അമ്മയുമായുള്ള ബന്ധവും നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തേക്ക് അത് വലിയ താങ്ങായി തണലായി മാറുന്നത്. അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിലേ, ഇങ്ങനൊരു നാഷണൽ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഒരു കേട്ടിട്ടുണ്ടോയെന്നറിയാം. ഒരു TV ചാനലാണ് നാഷണൽ ജോഗ്രഫി ചാനൽ. അതിനോട് ബന്ധപ്പെട്ടൊരു
ഒരു മാഗസീനും ഉണ്ട്, മാഗസീൻ, നാഷണൽ ജോഗ്രഫി മാഗസീൻ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് ഇൻ്റർവ്യൂ ഒക്കെ, അതിനകത്ത് ഒത്തിരി ലേഖനങ്ങളൊക്കെ വരുതാറുണ്ട്. ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരാ ഇതിനകത്ത് ലേഖനം എഴുതുന്നത്, വലിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു മാഗസീനിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഹു ഈസ് ദ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിത ആരാണെന്നാണ്. ഈ അത് കണ്ടുപിടിക്കാനായിട്ട് അവരൊരു പഠനവും നടത്തി. സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നടത്തിയ ഒരു പഠനമാണ്. ഈ പഠനത്തിന്, ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആ പഠനത്തിൽ ആ പഠനം നടത്തുന്നതിന് വേണ്ടി അവരൊരു ചോദ്യാവലിയും കൊടുത്തു. ഒരു ചോദ്യാവലി. ആ ചോദ്യാവലിയിൽ ഇപ്രകാരമാണ്: സൗന്ദര്യമുള്ളവളായിരിക്കണം, അധികാരമുള്ളവളായിരിക്കണം, ശക്തിയുള്ളവളായിരിക്കണം, എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ ശക്തമായി സ്വാധീനിച്ച ഒരു സ്ത്രീ ആയിരിക്കണം. ആ ഒരു ലേഖനം എഴുതാൻ വേണ്ടി അവർ അതിനോട് കൂട്ടിച്ചേർത്ത മാനദണ്ഡങ്ങൾ ഇത് പ്രകാരമായി. അങ്ങനെ പഠനമൊക്കെ നടന്നു, നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് പഠനമൊക്കെ നടന്നു. അവസാനം പഠനമൊക്കെ കഴിഞ്ഞപ്പോഴേ റിസൾട്ട് അവരുടെ എല്ലാം ധാരണകളെ മാറ്റിമറിപ്പിക്കുന്ന, അതിശയിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു. അവർക്ക് കിട്ടിയത് ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ പേരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വെറുതെ കുക്ക്ഡ് സ്റ്റോറീസ് ഒന്നുമല്ലോ, ഇത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന അവലോകനവും സാമൂഹ്യ പഠനവുമാണ്. എന്നിട്ട് അവര് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ തെരഞ്ഞെടുത്തതിന് 2 കാരണങ്ങളോട് അവർ പറഞ്ഞു വെച്ചു. അതിന് റീസൺസ്, കാരണങ്ങളും പറഞ്ഞു വെച്ചു. അതിൽ ഒന്നാമത്തെ കാരണം, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആരുടെ നാമത്തിലാ? പരിശുദ്ധ അമ്മയുടെ നാമത്തിലാ. അതുമാത്രമല്ല, ഈ അമ്മയുടെ നാമത്തിൽ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ജനങ്ങൾ അതെണ്ണിയാൽ തീരാത്ത രീതിയിലാ. അനേക ലക്ഷങ്ങളാ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരികയും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഒത്തിരി ജീവിതബന്ധിയായ ജീവിതത്തിനൊത്തിരി മാറ്റങ്ങളും അനുഭവങ്ങളും സൗഖ്യവും അഭിഷേകവും ഈ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നടക്കുന്നു എന്ന ആദ്യത്തെ റീസൺ അവർക്ക് കിട്ടിയത്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, ഈ സ്ത്രീയിൽ പ്രകടമായ ശാസ്ത്രീയവും ധാർമ്മികവുമായ ഒരു ശക്തിയാണ്. ഈ ഭൂമിയിൽ മറ്റാർക്കും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, സാധിക്കാത്ത രീതിയിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള വലിയൊരു കരുത്ത്, തളരാതെ, മറുതലിക്കാതെ, കുറ്റപ്പെടുത്താതെ, വിധിക്കാതെയൊക്കെ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ധാർമ്മികം മാനസികവുമായ ശക്തി ഉണ്ടായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമാ ആരോടും മറ്റു ഭൂമിയിൽ മറ്റാരോടും തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു അഭിഷേകമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിൽ എഴുന്നേൽട്ട് നമ്മൾ കിടക്കുന്നത് വരെ ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ എത്രയോ കുറ്റങ്ങളും പരാതികളുമാ നമ്മൾ പറയാറുള്ളത്. ഒരു പക്ഷേ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയും, കുറച്ചുകൂടെയൊക്കെ കളർ വേണമായിരുന്നു, മുടി കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളി കുറച്ചുകൂടെയൊക്കെ നല്ലൊരാളായിരുന്നെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ? നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ലേ? ഉണ്ടെന്നേ, ഒത്തിരി പരാതികളാണ് നമുക്ക് നമ്മുടെ ജീവിത വ്യഗ്രതയിൽ. വചനത്തിൽ പറയുന്നില്ലേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ
29-ാം തിരുവചനം പറയാ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന്. ഈശോയോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നേ. അതപ്രകാരമാ. ഈശോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 139-ാം സങ്കീർത്തനം മനോഹരമായിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു വെക്കുക, ഞാൻ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഒരു വാക്കെൻ്റെ നാവിൻ തുമ്പിൽ വരുന്നതും നീ മാതാവിൻ്റെ ഉദരത്തിലാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു കണ്ടു എന്ന. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അങ്ങേയറ്റം പോയാലും ദൈവിക സാന്നിധ്യം എന്നെ മുറുകെ പിടിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം സത്യം അതാ. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ, ശക്തി ചോരാതെ, നിരാശയിലൊന്നും വീഴാതെ കർത്താവിൽ ശരണപ്പെട്ട്, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, അങ്ങിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള വലിയ കൃപ നൽകണമേ നാം. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം നിരന്തരം ഈശോയിൽ ആശ്രയിക്കാനായിട്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം തിരുവചനം പഠിപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, ഒരു കഴുകന്മാരെ പോലെ പറന്നുയരും, ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല എന്ന് പറഞ്ഞ് ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ പറന്നുയരും, ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ പറന്നുയരും, ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. ഈശോയിൽ ആശ്രയിച്ചാലുള്ള പ്രത്യേകത തളരില്ല. പ്രിയമുള്ളവര്, ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ, മയങ്ങാതെ, മറുതലിക്കാതെ ചേർന്ന് നിൽക്കുവാനുള്ള വലിയ മാധ്യസ്ഥത പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നതും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം തിരുവചനങ്ങൾ പഠിപ്പിക്കുക. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴ് എളിമപ്പെട്ടുകൊണ്ട് നിൽക്കുക. തക്ക സമയത്ത് ദൈവം ഉയർത്തുവന്ന ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴ് എളിമപ്പെട്ടുകൊണ്ട് നിൽക്കുക. ബത്ലഹേം മുതൽ കാൽവരി വരെ, കാൽവരിയുടെ ആ മലയുടെ അടിവാരത്ത് നിൽക്കുമ്പോഴും അമ്മയ്ക്ക് ലേശം പോലും സങ്കടം ഉണ്ടായിരിക്കും. പക്ഷേ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ, ആഗ്രഹിച്ചതുപോലെ ഇത്രയും നൊവേനയൊക്കെ പങ്കുകൊണ്ട് ദിവസവും 9 ആഴ്ചകളിലൊക്കെ എന്നിട്ടും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ ആ ഒരു മേഖലയിൽ നിന്നൊക്കെ നമ്മൾ ഒളിച്ചോടാം. ഇത്രയൊക്കെ ഞാൻ എന്തിനു സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ബസാരക്കൂട്ടിലൊക്കെ നിരന്തരം ഇങ്ങനെ കേൾക്കുന്ന വലിയൊരു അവിശ്വാസത്തിൻ്റെ മേഖലയായത്. പ്രാർത്ഥിച്ചത് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? പ്രത്യേകിച്ച് യുവത്വങ്ങളുടെ ഇടയിലൊക്കെ മാതാപിതാക്കൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്തേ ഒരു ജോലിയൊന്നും കിട്ടും, പിന്നെ ഞങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടെന്നേ, ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ദൈവത്തിന്റെ മനസ്സാർക്ക് വിവരിക്കാൻ കഴിയും? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. 12 വർഷമാ രക്തസ്രാവം പിടിപെട്ട ആ സ്ത്രീ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. 12-ാമത്തെ വർഷവും അവൾക്ക് ഉറപ്പായിരുന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലൊന്നൊന്ന് സ്പർശിച്ചാൽ മതി എന്ന്. തക്ക സമയത്ത് ഉത്തരം കിട്ടുമെന്ന് ഈശോ ഉത്തരം കൊടുത്തില്ലേ? കാത്തിരിപ്പിനൊക്കെ ഒരു ഉത്തരം ഉണ്ടെന്നേ. കാത്തിരിപ്പിനൊക്കെ ദൈവം വലിയ അനുഗ്രഹമാ ദൈവം നൽകുന്നത്. പ്രാർത്ഥനയ്ക്ക് പരിഹാരത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പിൽ മുട്ടിപ്പായി നമ്മൾ യാചിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലെന്നേ.
നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധി, ഈശോയെ പോലും ദൈവത്തെ പോലും തോൽപ്പിക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ തവണ നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. നിനവേക്കാരിങ്ങനെ ചാക്കെടുത്ത് ചാരം പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദൈവം വായിക്കുമെന്ന് പറഞ്ഞ ആ ദുരിതം പോലും ദൈവം എടുത്ത് മാറ്റി. ഈശോയുടെ മനസ്സ് മാറിയെന്ന, ദൈവത്തിൻ്റെ മനസ്സ് മാറിയെന്ന, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന്. അത് അപ്രകാരമാണ്. ഈശോ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം യാക്കോബിൻ്റെ മുമ്പിൽ തോറ്റുപോയ ഒരു സംഭവം നമുക്കറിയാം. ഇങ്ങനെ മൽപ്പിടുത്തം പിടിക്കുന്നത്, രാത്രി മുഴുവൻ ഇങ്ങനെ അവൻ മൽപ്പിടുത്തം പിടിച്ചെന്നാ, അവസാനം അവൻ്റെ തുടയിൽ വേദനിച്ചെന്നൊക്കെയാ പറയുന്നത്. അതൊരു ശാരീരിക മൽപ്പിടുത്തത്തെക്കാളൊക്കെ ഉപരി ഒരു ആത്മീയ മൽപ്പിടുത്തമാണ്. തുടയിൽ വേദനിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം, മുട്ടുകുത്തി ഇങ്ങനെ നിലവിളിക്കുകയായിരിക്കും അവൻ രാത്രി മുഴുവൻ ഈശോയുമായിട്ട്. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ പ്രാർത്ഥന നിർത്തത്തില്ലെന്നായിരിക്കും. ഒരു ശാരീരിക മൽപ്പിടുത്തത്തിൻ്റെ മുൻപിൽ നമുക്ക് മാലാഹമാരെയൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യരെക്കാളും ശക്തരാ മാലാഹമാർ. പക്ഷെ ആത്മീയ ശക്തിയുടെ മുൻപിൽ മാലാഹമാരും തോറ്റുമെന്ന. അവൻ്റെ തുടയിൽ വേദനിച്ചെന്ന് പറയാൻ മുട്ടുകുത്തി ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ രാത്രി മുഴുവൻ ഇങ്ങനെ അവനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച്, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവനെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ എന്ന പേര് നൽകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാതിരിക്കില്ല. അമ്മയാ നമ്മളോട് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യം പ്രാർത്ഥനയോടെ പരിഹാരത്തോടെ നിൽക്കാനായിട്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന പരിശുദ്ധ അമ്മ പറയുന്നത്. അയർലൻഡിലെ നോക്ക് എന്ന സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രിയമുള്ള ഒരു അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സന്ദേശങ്ങൾ അങ്ങ് നൽകാറുണ്ട്. പാപത്തിനെതിരെ വിശുദ്ധിയിലൊക്കെ ജീവിക്കുക. അങ്ങനെ ഓരോ ദർശനത്തിലും അമ്മ ഇങ്ങനെ ഓരോ സന്ദേശങ്ങൾ നൽകും. അത് സർവ്വസാധാരണമായി എവിടെയൊക്കെ അമ്മ ദർശനം പ്രത്യക്ഷപ്പെട്ടാൽ. പക്ഷേ ഈ അയർലൻഡിന് ലോക്ക് എന്ന സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ നൽകിയത് സന്ദേശമല്ല, ഒരു 3 ദർശനങ്ങളാണ്. 3 ദർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 3 ദർശനങ്ങൾ ഇപ്രകാരമാണ്. ഒരു ദർശനം, ആദ്യത്തെ ദർശനം അമ്മയോടൊപ്പം യൗസേപ്പ് പിതാവ് നിൽക്കുന്നു. യൗസേപ്പ് പിതാവിനെ ലോകജനത്തിന് നൽകി. എന്നിട്ട് അമ്മ അതിൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. നിരന്തരം വിശുദ്ധ യൗസേപ്പ്, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാനാണ്. തിരുക്കുടുംബത്തെ കാത്തുപരിപാലിച്ച കുടുംബത്തിൻ്റെ നാഥനായ യൗസേപ്പ് പിതാവ് നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും കാത്തുപരിപാലിക്കുന്ന വലിയ മാധ്യസ്ഥമാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി. ആ ഒരു അയർലൻഡിലെ നോക്കുന്ന സ്ഥലത്ത് നിരന്തരം യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം. നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം കുറേ വിളിക്കാറുണ്ട്. പക്ഷേ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അത്രയൊന്നുമില്ല. പക്ഷെ അമ്മ പറഞ്ഞു തരിക, ആ ഒരു മാധ്യസ്ഥം, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നിരന്തരം വിളിച്ചപേക്ഷിക്കാനാണ്. കുടുംബത്തെ നോക്കിയതുപോലെ കുടുംബത്തിൻ്റെ പരിപാലകനായി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഒറ്റപ്പെടലുകളുണ്ടായിരുന്നു, സംശയിക്കപ്പെടേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. ഇങ്ങനെ അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ട നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒരു പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയാണ് ആ തിരുക്കുടുംബം കടന്നുപോയത്. പരിശുദ്ധ അമ്മ പറയാം, ആ സാഹചര്യങ്ങളിലെല്ലാം കുടുംബത്തെ പരിപാലിക്കാനും സാമ്പത്തിക ക്ലേശങ്ങൾ, കുറവുകൾ, രോഗങ്ങളിലെല്ലാം യൗസേപ്പ് പിതാവ് കുടുംബത്തെ ഇങ്ങനെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിപാലിക്കാൻ അപ്രകാരമാണ്. അമ്മ മാതാവ് നമ്മളോട് പറയുക, ഈ ഒരു കാലഘട്ടത്തിലും സഭ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോഴും ഈ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാൻ അമ്മ മാതാവ് പറയും. ദർശനമാണ്, തിരുസഭ അംഗീകരിച്ച പറഞ്ഞ് വ്യാഖ്യാനം നൽകുന്ന ദർശനമാണ്. രണ്ടാമത്തെ ദർശനം എന്താണെന്നറിയാം? ആദ്യത്തെ യൗസേപ്പ് പിതാവ്, രണ്ടാമത്തെ ദർശനം യോഹന്നാൻ സ്ലീഹ. പരിശുദ്ധ അമ്മയെ ഈശോയുടെ മരണശേഷം ആരാ കൂട്ടിക്കൊണ്ടുപോയത്? യോഹന്നാൻ സ്ലീഹ. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശുദ്ധനാരാ? യോഹന്നാൻ സ്ലീഹായ. ഈശോയുടെ മാറിൽ ചാരിക്കിടന്ന വിശുദ്ധനാരാ? യോഹന്നാൻ സ്ലീഹായ.
ഈശോയുടെ സ്നേഹം ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുത്തവനാരാ? യോഹന്നാൻ ശ്ലീഹായ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് പറഞ്ഞു നൽകിയ ഒരു പരിശുദ്ധ അമ്മ. വചനം എഴുതിയവനാ, സുവിശേഷം എഴുതിയവനാ. ഈശോ പറയുക, ആ ഒരു യോഹന്നാൻ ശ്ലീഹായുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുക, എന്നിട്ട് വ്യാഖ്യാനം പറഞ്ഞു തരിക. വചനത്തിൻ്റെ നിറവിലായിരിക്കാനായിട്ട്, ഹൃദയത്തിൽ വചനം നിറയ്ക്കാനായിട്ട്. യോഹന്നാൻ ശ്ലീഹ ഈശോയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും വചനം സ്വീകരിക്കാനും വചനം ഹൃദയത്തിൽ നിറയ്ക്കാനും. പ്രിയമുള്ളവരെ, വചനമുള്ള ഹൃദയത്തിൽ പിശാച് കടക്കില്ലെന്നേ. അതങ്ങനെ ഈ ഒരു കാലഘട്ടത്തിന്റെ തിന്മകളേക്ക് നേരിടാനുള്ള വലിയ ശക്തി വചനത്തിനുണ്ട്. വചനം ഹൃദയത്തിൽ, പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചുകൊണ്ട് അത് മാംസം ധരിച്ച് ഹൃദയത്തിൽ അത് അഭിഷേകമായി അത് രൂപാന്തരപ്പെട്ട് ഈശോയായി അവതരിപ്പിക്കാനുള്ള കഴിവ് അമ്മയിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ആ ഒരു കുറുക്കുവഴിയ ആത്മീയ അഭിഷേകത്തിൽ യോഹന്നാൻ ശ്ലീഹയെ പോലെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട്, മനപ്പാഠം വചനം പഠിക്കാനായിട്ട്. ഒന്ന് ആത്മപരിശോധന ചെയ്ത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എത്ര പേരത് മുഴുവനും വായിച്ചിട്ടുണ്ട്? മറ്റെല്ലാം എന്തൊക്കെയോ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നുണ്ടോന്നാ അമ്മ മാതാവ് നമ്മളോട് ഈ ദർശനത്തിൽ, രണ്ടാമത്തെ ദർശനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. വചനം വായിക്കാൻ, ഹൃദയത്തിൽ വചനം നിറയ്ക്കാൻ, ആത്മീയ അഭിഷേകം നിറയ്ക്കാനായിട്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ദിവസവും 1/2 മണിക്കൂറെങ്കിലും അതിനൊക്കെ വേണ്ടി ധ്യാനിക്കാനായിട്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കുർബാന കഴിഞ്ഞിങ്ങനെ ആൾത്താരയുടെ പുറവിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയാം, അച്ഛാ, അന്നച്ഛൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനിന്ന് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിക്കുകയും ചെയ്തു, അതെഴുതി തീർക്കുകയും ചെയ്തു എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വചനം വായിച്ച് തീർക്കാൻ സാധിക്കുന്നത്? ഈ ഒരു നമ്മുടെ കൂടി വന്ന നമ്മൾ 50, 60, 70 നമ്മുടെ ജീവിത ദൈർഘ്യം അത്രയേ ഉള്ളൂ. ആ ജീവിത ദൈർഘ്യത്തിനുള്ള എത്ര തവണ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തിൽ വായിച്ച് അത് അത്ര വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാം, വിശുദ്ധ വചനം നമുക്കറിയാം. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് ആ വചനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ട തിന്മകളേക്ക് അതിജീവിക്കാൻ ഒത്തിരി സഭയുടെ വിശ്വാസത്തിനെതിരായിട്ട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും കൃപയും അഭിഷേകവും നമുക്ക് ലഭിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ. വചനം നിറയുമ്പോൾ തിന്മ നിറയുകയില്ല. പിശാചിന് വലിയ വലിയ പേടിയാന്നേ. ഡൊമിനിക്കച്ചനെയൊക്കെ നമുക്കറിയാം. അച്ഛൻ്റെ ആ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെയൊക്കെ ആ ഒരു രോഗാവസ്ഥയിൽ അച്ഛൻ പറയുകയാണ്, ദിവസവും വചനം വായിച്ച് മനപ്പാഠം പഠിക്കുമെന്ന്. അങ്ങനെ 2000, 3000 വചനമൊക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇരട്ടി അഭിഷേകത്തോടെ ക്രിസ്തുവിന് സാക്ഷിയാകുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിച്ചത് എന്ന അപ്രകാരം തന്നെയാണ്. ഹൃദയത്തിൽ വചനത്തിൻ്റെ നിറവ് നിറയുമ്പോൾ, ദൈവവചനത്തിൻ്റെ നിറവ് നിറയുമ്പോൾ അതിരട്ടി അഭിഷേകമായി മാറും. അമ്മ മാതാവ് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ആ ഒരു ആത്മീയ അഭിഷേകത്തിൻ്റെ നിറവിൽ നമ്മൾ എത്തിക്കാനുള്ള മാനദണ്ഡം വചനം ഹൃദയത്തിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. പ്രത്യേകിച്ച് ഈ നൊയമ്പ് കാലത്തൊക്കെ അമ്മ മാതാവിനോട് ചേർന്ന് വചനം ഹൃദയത്തിലൊക്കെ സ്വീകരിക്കുവാനുള്ള വലിയൊരു അഭിഷേകം. മൂന്നാമത്തെ ദർശനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാ. അമ്മ മാതാവ് പറഞ്ഞു തരികയാ. മൂന്നാമത് അമ്മ മാതാവ് കാണിച്ച ദർശനം ഒരൾത്താരയും അതിലിങ്ങനെ ഒരു കുഞ്ഞാടുവാ, ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു കുഞ്ഞാട്. പറഞ്ഞു തരിക, നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിൽ ദിവസവും ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന്. ഓരോ ബലിയർപ്പണത്തിലും പുരോഹിതൻ ഇങ്ങനെ ഈശോ എടുത്തുയർത്തി അവസാനം ഇങ്ങനെ പറയാറില്ലേ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതരെന്നു. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. എത്രയോ ഭാഗ്യപ്പെട്ട ജനതയാണ് നമ്മൾ. നിയമാവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരം, ശ്രേഷ്ഠ ജനതയെന്നാണ്. പ്രൈസ് ദി ലോർഡ്,
Praise the Lord. Praise the Lord. Hallelujah. 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 ക്രിസ്തുവിന്റെ ജനത ശ്രേഷ്ഠ ജനതയെന്നാ പ്രിയമുള്ളവർ, ശ്രേഷ്ഠ ജനതയാ. എന്നും ഈശോയെ സ്വീകരിക്കാനും ഹൃദയത്തില് മറ്റൊരു ക്രിസ്തുവായി നിറവിൽ ഇങ്ങനെ പുറകാനും കിട്ടുന്ന വലിയൊരു കൃപയാണ്. ഇത്രയും അഭിഷേകമാണെന്നറിയോ വചന. ദിവസവും ബലിയിലൊക്കെ പങ്കുകൊള്ളാൻ സാധിക്കും. നമ്മുടെ ഇങ്ങനെ ഇടവിടാതെ നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഇങ്ങനെ ബലിയർപ്പിക്കുക. ബലിയർപ്പണം ഇത്രയും നാള് 24 മണിക്കൂർ ഇങ്ങനെ ബലിയർപ്പണം തുടങ്ങിക്കൊണ്ടേയിരിക്കുക. ഇടവിടാതെ ബലിയർപ്പണം ഓരോ മണിക്കൂറിലും ബലിയർപ്പണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ബലിയർപ്പണം. അതുകൊണ്ടാണ് ഒരു നാരകീയ ശക്തികൾക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൈസ്തവ സഭ ഇന്നും അതിൻ്റെ അഭിഷേകത്തിൽ പൂർണ്ണതയിൽ നിൽക്കാനുള്ള ഒരു കാരണം ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മുടെ ബലിയർപ്പണം തന്നെ. ഇത്ര അഭിഷേകമാണെന്നറിയോ. രാവിലെ പ്രഭാതത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ കുളിച്ച് ഒരുങ്ങി നന്നായിട്ടൊക്കെ ഒരുങ്ങി ആ ഒരു ബലിയിലൊക്കെ പങ്കുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ആത്മീയ അഭിഷേകം. ആ ദിവസം തന്നെ തുടങ്ങുന്നത് ബലിയിലൊക്കെ ആകുമ്പോൾ അത് വലിയൊരു ഇരട്ടി അഭിഷേകമാണ് പ്രിയമുള്ളത്. വല്ലാത്തൊരു ആത്മീയ ചൈതന്യമാണ്. സാധിക്കുമെങ്കിൽ ദിവസവും ആ ബലിയർപ്പണത്തിലൊക്കെ പങ്കുചേരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നമ്മളിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഒത്തിരി ബലിയർപ്പണങ്ങൾ നമ്മൾ കാണുന്നു. ഒത്തിരി ബലിയർപ്പണം. ആദിമാതാപിതാക്കളുടെ ബലി, ആബേലിൻ്റെയും കായലിൻ്റെയും ബലി, അബ്രഹാമിൻ്റെ ബലി, സാനം ഈശോ അതൊരു നമ്മളെല്ലാം വീണ്ടെടുക്കാനായിട്ട് കൽവരി മലയിൽ ബലിയർപ്പിക്കുന്നതായിട്ട്. ആബേലിൻ്റെയും കായലിൻ്റെയും ബലിയും നമുക്കറിയാം. ആബേലിൻ്റെ ബലി സ്വീകാര്യമാകുകയും കായലിൻ്റെ ബലി തിരസ്കൃതമാകുകയും ചെയ്യുന്നു. കാരണം ഒരാളുചിതമായി പ്രവർത്തിച്ചില്ല. ആബേൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുത്തപ്പോൾ കായല് മിച്ചം വന്നത് കൊടുത്തു. മികച്ചത് ദൈവത്തിന് കൊടുക്കുന്നു. മിച്ചം വന്നത് കൊടുക്കുമ്പോഴത് ദൈവത്തിന് മുമ്പിൽ അത് സ്വീകാര്യമല്ലാതായി മാറുകയാണ്. ഈശോ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യമാ. ഈ ബലി അർപ്പിക്കാൻ നമ്മൾ വരുമ്പോൾ ഏറ്റവും മികച്ച സമയവും മികച്ച ഒരുക്കവും മികച്ച പങ്കാളിത്തവും മികച്ച രീതിയിൽ ആ ബലിയിൽ ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്ന് ഈശോയുടെ സന്നിധിയിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നല്ല ഒരുക്കമുണ്ടായിരിക്കും. നല്ല ഒരുക്കത്തോടുകൂടെയൊക്കെ തന്നെ വരണം. ഒരുക്കമില്ലാതെ ബലിയർപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യത്തെ ബലിയർപ്പിച്ച പെസഹ ബലിയർപ്പിച്ച യൂദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ ഒരുക്കം വലിയ. ആ ബലിയർപ്പിക്കാൻ വരുമ്പോൾ വല്ലാത്ത അവൻ്റെ ഹൃദയത്തിൽ നിറയെ ചതിയും കൊലപാതകവും ഒറ്റ കൊടുക്കലും അതൊക്കെയായിരുന്നു. പക്ഷെ ആ ഒരു മനസ്സോടുകൂടെ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറയുക അവനിൽ അന്ധകാരം നിറഞ്ഞു എന്ന. ഈശോ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ഈശോ മുന്നോടിയായി ചെയ്ത വലിയൊരു കൂദാശയുണ്ട്. അവർ കാല് കഴുകുന്ന കൂദാശ. അവരുടെ പാപങ്ങളെയൊക്കെ കഴുകിക്കളയുക. യൂദാസിൻ്റെയും കാല് കഴുകി. പക്ഷെ അത് പൂർണ്ണ ഒരുക്കത്തോടെയല്ല. ഒരുക്കത്തോടെയുള്ള കുമ്പസാരങ്ങളൊക്കെ നമ്മളെയും നമ്മുടെ കാലുകളെ, നമ്മുടെ അഴുക്കുകളെ, ലോകത്തിൻ്റെതായ ബലഹീനതകളെയൊക്കെ കഴുകുമെന്ന. അതൊരുക്കമില്ലാതെ അത് വെറുതെ ഒരു ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് യാന്ത്രികമായിട്ട് കുമ്പസാരിച്ച് തിരിച്ചു വന്നാൽ പോലും അതിൻ്റെ ഫലം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ലെന്ന. നല്ല ഒരുക്കത്തോടുകൂടെ ബലിയർപ്പണത്തിൽ യോഗ്യത ലഭിക്കുവാൻ വേണ്ടി നല്ല കുമ്പസാരത്തോടൊക്കെ ഒരുങ്ങി നമ്മൾ ഈ ബലി സ്വീകരിക്കാൻ വരുമ്പോൾ അത് ഇരട്ടി അഭിഷേകമാണ്, അനുഗ്രഹമായി മാറുക. അല്ലെങ്കിൽ അതൊരു ശാപം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം. പക്ഷെ അങ്ങനെ തന്നെയത് ഒരുക്കമില്ലാതെ ബലിയർപ്പിക്കുമ്പോൾ ഈശോ ഒത്തിരി സങ്കടപ്പെടുത്തുന്നു. എന്നെയും നിങ്ങളെയും. ഒരു പുരോഹിതൻ പോലും ഒരുക്കമില്ലാതെ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ദൈവപിതാവിനെയാ. വാഴ്ത്തപ്പെട്ട നഥാലിയുടെ ഒരു പുസ്തകത്തിലുണ്ട്. ആ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു ദൈവപിതാവൾക്ക് ലഭിച്ച ഒരു ദർശനത്തിൽ ഇങ്ങനെ കോറിയിടുകയാണ്.
ബലിയർപ്പണത്തിൽ പൗരോഹിത്യത്തിന്റെ വിശുദ്ധി ഇല്ലാതെയൊക്കെ വന്നു നിന്നാൽ പോലും ആരൊക്കെ അതിന് ഒരുങ്ങാതെ വരുമ്പോൾ അത് ദൈവപിതാവിന് വലിയ സങ്കടമാണ്. നതാലിയയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തതാ, നമ്മുടെ ഒരുക്കങ്ങൾ വലിയ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്ന്. അല്ലെങ്കിൽ പകുതിയൊക്കെ വെച്ച് ബലിയുടെ പകുതിയിലൊക്കെ കയറാം, അല്ലെങ്കിൽ കുർബാന തീരുന്ന കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആശീർവാദം സ്വീകരിക്കാതെ ഇറങ്ങിപ്പോകാം. അല്ലെങ്കിൽ ബലി സമയത്ത് ഏതെങ്കിലും ഒരു ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറവേ ഒന്ന് പോയി ആരാ എന്താ എന്ന് പറഞ്ഞ് അതിന് പൂർണ്ണത കൊടുക്കാതെ ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ അത് ദൈവപിതാവിനെ ഒത്തിരി സങ്കടപ്പെടുത്തുകയെന്നാണ് പറയുന്നത്. ബലിയർപ്പണങ്ങൾ അതിൻ്റെ പൂർണ്ണത, ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാനാ. പ്രൈസ് ദി ലോർഡ്, praise the Lord, praise the Lord, praise the Lord, praise the Lord, hallelujah, 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 hallelujah. ഏറ്റവും മികച്ചത് പ്രിയമുള്ളവർ, നമ്മുടെ ബലിയർപ്പണം അങ്ങനെ ആകണം. എന്നാൽ അത് വലിയ ശ്രേഷ്ഠമായി മാറുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ക്ഷമിച്ചിട്ടൊക്കെ. നമ്മൾ ആദ്യത്തെ ആ ഒരു ലത്തീൻ ക്രമത്തിലുള്ള ആ ബലിയർപ്പണത്തിൽ ആദ്യം നമ്മുടെ പാപമോചനം നമ്മുടെ ജീവിതത്തിൽ വന്നു. ലഘുപാപങ്ങളെല്ലാം അത് ഏറ്റുപറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ പൊറുക്കണമേ, ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, വലിയ ഒരുക്കത്തോടുകൂടെയൊക്കെ നമ്മളത് ആ ബലിയിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ അത് ഇരട്ടി അഭിഷേകമാണെന്ന്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു അഭിഷേകത്തിൽ ഞാൻ ഈ ബലിയിൽ സമർപ്പിക്കുന്നതെല്ലാം ദൈവം സ്വീകരിക്കുമെന്നേ. നമ്മുടെ നിയോഗങ്ങൾ പോലും, നമ്മുടെ പ്രാർത്ഥനകൾ പോലും. അബ്രഹാമിൻ്റെ ബലി അങ്ങനെ. ഈശോ ദൈവം ആഗ്രഹിക്കുന്ന ആദ്യത്തെ നരബലിയാണ്. ആ ബലിയർപ്പിക്കാൻ ഈ മകനുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ വല്ലാത്ത സങ്കടമായിരുന്നു. ഇങ്ങനെ മകനിങ്ങനെ ചോദിക്കും, അപ്പ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? വിറകും കത്തിയെല്ലാം ഉണ്ട്, കുഞ്ഞാട് എവിടെയെന്ന് നോക്കുമ്പോൾ ഈ അപ്പൻ്റെ വല്ലാത്ത അങ്കലാപ്പായിരുന്നു, വല്ലാത്ത ഹൃദയവ്യതയായിരുന്നു. ഈ മകനോട് ഞാൻ എങ്ങനെ പറയും? നിന്നെയാ ദൈവം ആവശ്യപ്പെട്ടത്, നിന്നെയാ, അവന് വേണ്ടത് നിന്നെയാ. പക്ഷെ അതുപോലും മടിക്കാതെ അവനെയും കൊണ്ട് പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടത് ആ വലിയൊരു മനസ്സായിരുന്നു. ആ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഈ അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടവും വേദനയും ദുഃഖവും ഒറ്റപ്പെടലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവം തരുമെന്ന വലിയ പ്രത്യാശയോടെ ആൾത്താരയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഇടപെടും. പ്രിയമുള്ളവരെ, അവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ ബലിയർപ്പണത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. ബലിയിലിങ്ങനെ ഈശോയുടെ മുമ്പിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമ്മുടെ സങ്കടങ്ങള്, വേദനകൾ, ആകുലതകൾ, ഭാരങ്ങള്, ദുഃഖങ്ങള്, അസ്വസ്ഥതകള്, പേടിപ്പെടുത്തുന്ന പ്രയാസങ്ങൾ, പ്രത്യാശയില്ലാത്ത അവസ്ഥകളൊക്കെ ഒന്നും സമർപ്പിക്കാൻ പറ്റിയ വലിയ പ്രത്യാശയോടെ എൻ്റെ ദൈവം ഇടപെടും. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ഭക്ഷിച്ചാലും എൻ്റെ ഗുരുവിൻ്റെ നയനങ്ങൾ എന്നിൽ നിന്ന് അകന്നിരിക്കുകയില്ല എന്നാ പറയുന്നത്. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവൃക്ഷത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും, വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, കന്നുകാലികൾ ആലവിറ്റു പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും. ഉന്നതകളിൽ അവിടെ നിന്ന് എനിക്ക് ശക്തി നൽകും. കലമാന്റെ പാദങ്ങൾക്ക് വേഗത നൽകിയതുപോലെ എൻ്റെ ദൈവം എന്നെ വഴി നടത്തുവന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി നടത്തുന്ന ഒരു ദൈവമാണ്, നമ്മൾ തള്ളിക്കളയില്ലെന്നേ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൊക്കെ, എൻ്റെ പൗരോഹിത്യത്തിലൊക്കെ ഞാൻ അനുഭവിച്ച വലിയൊരു സത്യമാണ്. ഈ ബലിയോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നിയോഗങ്ങളും ദൈവം കേൾക്കാതിരിക്കുകയില്ല. അതപ്രകാരം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഒരുക്കത്തോടുകൂടെ നമ്മൾ സമർപ്പിക്കണമെന്ന്. സാധനം ഈശോ ഇങ്ങനെ എടുത്തുയർത്തിയതില്ലേ, പുരോഹിതൻ ഇങ്ങനെ എടുത്തുയർത്തുമ്പോൾ ഈശോട് നമ്മൾ പറയണം, ഇതെൻ്റെ ശരീരമാണെന്ന് ഇങ്ങനെ പുരോഹിതൻ പറയുമ്പോൾ നമ്മൾ ഒപ്പം ചേർന്ന് പറയേണ്ട ഒരു വലിയൊരു പ്രാർത്ഥനയെ, എൻ്റെ ശരീരം അങ്ങയുടെ ശരീരം പോലെ ആക്കി മാറ്റണമേ. ഈശോ എടുത്തുയർത്തുമ്പോൾ ഇങ്ങനെ പുരോഹിതനോട് ചേർന്നിങ്ങനെ നമ്മളുമായി ഈശോയുടെ ആ ഒരു അപ്പത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ. ഈശോയെ, നിന്റെ ശരീരം പോലെ എൻ്റെ ശരീരമാക്കണമേ എന്ന്. എൻ്റെ കണ്ണുകളെ, കാതിനെ, മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ അങ്ങയുടേതാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മ അപ്രകാരമായിരുന്നത്. ആ ബലിയോട് ചേർന്നുകൊണ്ട്, ഈശോയോട് ചേർന്നുകൊണ്ട് ജീവിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. നിരന്തരം നമ്മൾ ഏറ്റവും വലിയ സമർപ്പണം അതാ. രക്തത്താല്, തിരിച്ചോരയാലൊക്കെ എന്നെ വീണ്ടെടുക്കണമേ, എൻ്റെ ശരീരം അങ്ങയുടെ ശരീരം പോലെ ആക്കി മാറ്റണം. എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആത്മാവിനെ
അങ്ങയുടേതാക്കി മാറ്റണമേ എന്നുള്ള വലിയ ഒരു ആത്മീയ അഭിഷേകം നമ്മൾക്ക് നിരന്തരം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ മാതാവ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് തന്നെ. തീരാത്തൊരു ബലിയായി മാറാനായിട്ട്, ആത്മീയ അഭിഷേകത്തിൽ എന്നും നിറയുവാനായിട്ട്, വിശുദ്ധിയിലൊക്കെ വളരുവാനായിട്ട്, മറ്റൊരു ക്രിസ്തുവായി ആ ബലിയിലൊക്കെ പങ്കുചേർന്ന് ജീവിക്കുമ്പോൾ അതിരട്ടി അഭിഷേകമാണെന്നാണ് പറയുന്നത്. അമ്മ മാതാവിൻ്റെ മൂന്നാമത്തെ ദർശനവും അതാ. ബലിയർപ്പണവും അതിൻ്റെ മുകളിലിരിക്കുന്ന ആ കുഞ്ഞാടും നമ്മുടെ ജീവിതം ഒരു സമ്പൂർണ്ണ ബലിയായി മാറാനായിട്ട്. ബലിയിൽ സമർപ്പിക്കുന്നതൊന്നും ദൈവം നിഷേധിക്കുകയില്ല എന്ന്. എളിയവന്റെ പ്രാർത്ഥന മേഘങ്ങൾ ഭേദിച്ച് സ്വർഗത്തിലെത്തുകയും അവൻ പ്രത്യുത്തരം നൽകുകയും എന്ന വചനം പറയുമ്പോൾ ബലിയോട് ചേർത്ത് വയ്ക്കുന്ന ഓരോ നിയോഗങ്ങളും ദൈവപിതാവിനെ തള്ളിക്കളയാനാകില്ലെന്നാണ് അമ്മ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ള മക്കളെയും, അമ്മ മാതാവിൻ്റെ ഈ മൂന്നാമത്തെ ദർശനം നമ്മുടെ ഹൃദയത്തിലൊക്കെ അത് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ആദ്യത്തെ 3 കൽപ്പനകളും മൂന്നാമത്തെ കൽപ്പന ഈശോ ആഗ്രഹിക്കുന്നതാ. ഈശോ ആഗ്രഹിക്കുന്നതാ. ഇത്രമാത്രമാണ് നമ്മൾ ഞായറാഴ്ച അർപ്പണമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ഈശോ ആഗ്രഹിക്കുന്നതാണ്. പൂർണ്ണതയിൽ എനിക്ക് ചില കുടുംബങ്ങളെയൊക്കെ എനിക്കറിയാം, അവർ ഞായറാഴ്ച വീട്ടിൽ TV പോലും ഇടത്തില്ല. ഒരു പിക്നിക്കിനോ ഔട്ടിങ്ങിനോ ഒന്നും ഞായറാഴ്ച പോകത്തില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ സമ്പൂർണ്ണമായിട്ടും പ്രാർത്ഥന. ഞാൻ തൃശ്ശൂർ ഒരു ആശ്രമത്തിലായിരുന്നപ്പോൾ ദിവസവും 3-4 ഫാമിലികൾ ഞായറാഴ്ച സാധാരണ അവർ ഇടവപ്പള്ളിയിൽ പോയിട്ട് വേറെ എങ്ങും പോകാതെ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നിട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥനയും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. ആ സാപത്താചരണം അതിൻ്റെ പൂർണ്ണതയിലൊക്കെ ആകും. എന്നിട്ട് അവർ പറയാം, അച്ചാവൽ ഞായറാഴ്ച ശനിയാഴ്ച ഓഫ് ചെയ്യുന്ന TV പിന്നെ തിങ്കളാഴ്ചയെ മക്കൾ അത് അങ്ങനെ തന്നെയാണ്. മക്കൾ പോലും അപ്രകാരം ആ ഒരു പ്രാക്ടീസാണ്, ആ ഒരു ജീവിത രീതിയാണ്. ഞായറാഴ്ച ആചരണമൊക്കെ നമ്മൾ എത്രമാത്രം ഭക്തിയോടുകൂടെയാണ് ആഘോഷിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു നൊയമ്പ് കാലത്തൊക്കെ. അതതിൻ്റെ പൂർണ്ണത ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നേ അമ്മ മാതാവ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ കൃപാവിൽ നിന്ന് ജീവിക്കാൻ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അവസാനം ബലിയർപ്പണം അതിൻ്റെ പൂർണ്ണത അതാണെന്നേ. ഏറ്റവും നല്ല ഉദാഹരണമാ ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇങ്ങനെ എമൗസിലേക്ക് ഇങ്ങനെ ശിഷ്യന്മാർ പോകുമ്പോൾ ആ ഒരു വല്ലാത്ത നിരാശ നിറഞ്ഞൊരു ജീവിതം. ഇനി മുന്നോട്ടൊന്നുമില്ല, ഈശോ മരിച്ചു, ഇനി ഒന്നുമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള യാത്രയാണ്, ഉദയസൂര്യനിൽ നിന്ന് അസ്തമയത്തിലേക്കുള്ള യാത്രയാണ്, നിരാശയിൽ നിന്ന് പ്രത്യാശയിൽ നിരാശയിലേക്കുള്ള ഒരു യാത്രയാണ്. പക്ഷെ അവിടെയും ദൈവം കൂടെ നടന്നു അവരോടൊപ്പം. അവരറിയുന്നില്ല നീ കൂടെ നടന്നിങ്ങനെ വചനമൊക്കെ വചനം പങ്കുവെക്കുമ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതപ്രകാരമാണ് നമ്മുടെ ഹൃദയം. ഞാൻ പറഞ്ഞില്ലേ, വചനം നിറയുമ്പോൾ ഹൃദയം ജ്വലിക്കും. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലും ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ ഈശോ ഇങ്ങനെ പോകാനായിട്ട് എമൗസ് വിട്ട് അവരൊരു വശം, ഈശോ ഇങ്ങനെ മറുവശത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഇവരിങ്ങനെ ഇവർ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈശോ മറികടന്ന് പോയേനും. പക്ഷെ ഈശോയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവരുടെ കൂടെ പോവുക. നമ്മൾ വിളിക്കണമെന്ന് ഈശോയെ വചനത്തിലൊക്കെ ഈ കുർബാനയിൽ ഈശോ നമ്മൾ പറയണു, ഈശോ എൻ്റെ ഹൃദയം അങ്ങയുടേതാക്കി മാറ്റണമേ, എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോവുകയും അവിടെ അപ്പം മുറിക്കുകയും തുടർന്ന് എന്താ പറയുന്നത്, അവൻ അപ്രത്യക്ഷനാകുകയും അവരുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു എന്ന. അവൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷനായത്? അവരുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയങ്ങൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്രത്യക്ഷമായപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്നു എന്ന്. അത്ര നാൾ അവരുടെ വചനം കേട്ട് കഴിഞ്ഞാൽ ഹൃദയങ്ങൾ ഇങ്ങനെ ആനന്ദിച്ചതേ ഉള്ളായിരുന്നു, ഹൃദയം ഇങ്ങനെ ജ്വലിച്ചതേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമെങ്കിൽ, ആന്തരിക മനോനേത്രങ്ങൾ ആത്മീയ അനുഭൂതി ലഭിക്കണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിറയണമെന്ന്. എന്നാൽ മാത്രമേ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ നന്മയേത്, തിന്മയേത്, പാപമേത്, പുണ്യമേത്, വിശുദ്ധിയേത്, അശുദ്ധിയേതും തിരിച്ചറിയുവാനുള്ള വലിയ അഭിഷേകം നമ്മൾക്ക് നൽകുകയില്ല. എലിയ പ്രവാചകൻ ഇങ്ങനെ യെസബൽ രാജ്ഞി കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് പ്രാണരക്ഷാർത്ഥം ഇങ്ങനെ
മരുഭൂമിയിലേക്ക് 2 ദിവസം ഇങ്ങനെ ഓടി വരിക, ഓടി ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഒരു വാടാമുൾച്ചെടിയുടെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴും രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ വിവശനായി മരണഭയത്തിൽ ഇങ്ങനെ ദൈവവുമായിട്ട് ഇങ്ങനെ മല്ലിടിയ, മതി എൻ്റെ ജീവിതം മതി, നീ എടുത്തോളൂ, എനിക്ക് മതി, ഞാൻ നിൻ്റെ പിതാക്കന്മാരെക്കാളും വലിയവനൊന്നുമല്ല, എനിക്ക് മതിയായെന്നേ, നിൻ്റെ ജീവിതം എനിക്ക് മതി, എന്നെ അങ്ങ് എടുത്തോളൂ, എൻ്റെ ആത്മാവിനെ എടുത്തോളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. ആ വടമുൾച്ചെടി അടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയെന്നാ പറയും. ഉറങ്ങിപ്പോയപ്പോഴേ ഒരു മാലാഹ വന്നൊരു ദർശനം ഇങ്ങനെ കൊടുത്തിട്ട് പറയാ, എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് പറയാ, അപ്പവും ഒരു ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തിട്ട് പറയാം, ഇത് ഭക്ഷിക്കുക, ഇത് ഭക്ഷിച്ചില്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കുമെന്ന്. തുടർന്ന് പറയുക, അവനത് ഭക്ഷിച്ചു, പാനം ചെയ്തു. തുടർന്ന് 40 രാവും പകലും പിന്നിട്ട് ദൈവത്തിൻ്റെ മലയായ ഹൊറോബിലെത്താനായിട്ട് സഹായിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശയിൽ നിന്നൊരു പ്രവാചകൻ മാലാഹ കൊടുത്ത ആ ചുടുകളിൽ ചുട്ടെടുത്ത അപ്പം, ആ വെള്ളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോടൊപ്പം യാത്ര തിരിക്കാനായിട്ട് സാധിച്ചു. അത് അവനെ സ്വർഗത്തിലെത്തി എന്നത് പുതിയ നിയമത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകം തന്നെ. എന്നിട്ട് തുടർന്ന് അവസാനം ഇത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കും, നീ എവിടെയാ പ്രവാചക? ചിലപ്പോൾ പ്രവാചകൻ ഉത്തരം കൊടുക്കുക. അതിനു മുമ്പ് ഇങ്ങനെ എൻ്റെ ജീവൻ എടുത്തോളൂ, നിരാശയിൽ പ്രത്യാശയില്ലാതെ ഇങ്ങനെ പറയുന്ന ആ മനുഷ്യൻ, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആ പ്രവാചകൻ തൊട്ടടുത്ത നിമിഷം പറയാം, എൻ്റെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുകയാ, നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടത്? തുടർന്ന് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്ക് തന്നെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, നിരാശകൾ ഉണ്ടാകുമ്പോൾ, ആകുലതകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്രയിക്കാനുള്ള ഏക മാർഗം ഈശോ തന്നെ. പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തരുന്നത് വലിയ സത്യമാണ്. ഈശോയുടെ മാതൃക പിൻചെല്ല, അവൻ്റെ പിറവേ പോകാനായിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടലുകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല എന്ന. സിംഹക്കുട്ടി ഇരകിട്ടാതെ അലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും നൽകുകയില്ല എന്നാ ദൈവം പറയുന്നത്. എനിക്ക് സഹായം എവിടെ നിന്ന്? എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്റെ കാല് വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, നിന്റെ പരിപാലകൻ മയങ്ങുകയില്ല എന്ന്. ഉറങ്ങാതെ മയങ്ങാതെ ക്ഷീണിക്കാതെ എന്നെ കാക്കുന്ന ഒരു ദൈവം, വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം, ദിവ്യകാരുണ്യത്തിൽ എന്നും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. 91-ാം സങ്കീർത്തനത്തിൻ്റെ ശക്തി അതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കും. നമ്മൾ ദിവസവും ചൊല്ലുന്നത്, വേടൻ്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും എന്നെ കാത്തു പരിപാലിക്കുമെന്ന് പറയുന്ന ഒരു ദൈവം. ഞാൻ നിന്റെ ഇടയനാകുന്നു, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും നീ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. നമ്മൾ ഈ വലിയ പ്രത്യാശ നമ്മളെ നയിക്കുമെന്നേ. ഈ ഒരു പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് ദിവ്യകാരുണ്യവും ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമൊക്കെയാണ്. തിരിച്ചറിയാം, നമുക്ക് പ്രത്യാശയുടെ ഈശോയിൽ ശരണപ്പെടാം. ഈശോയിലെ പ്രകാരമാണ് ശരണപ്പെട്ടത് പരിശുദ്ധ അമ്മ ശരണപ്പെട്ടത്. തൻ്റെ ജീവിതത്തെ ഒരു ബലിയാക്കി മാറ്റിയ സമ്പൂർണ്ണ സമർപ്പണം പോലെ ആ ബലിയോട്, തൻ്റെ മകനോട്, മകനർപ്പിച്ച ആ ബലിയിൽ, കൽവരി മലയുടെ നെറുകയിൽ ആദ്യത്തെ അപ്പം ചുട്ടെടുത്തപ്പോൾ അതിനാമേൻ, ആദ്യം ആമേൻ പറഞ്ഞവളാ പരിശുദ്ധ അമ്മ. ആദ്യത്തെ ബലി ഈശോ അർപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ സഹകാർമ്മികയായി നിന്നവളാ പരിശുദ്ധ അമ്മ, സഹരക്ഷകയായി നിന്നവളാ പരിശുദ്ധ അമ്മ, രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറിയവളാ അമ്മ. നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അമ്മ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വചനത്തിൻ്റെ ആ ഒരു അഭിഷേകത്തിലേക്ക് നിറഞ്ഞ് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥമൊക്കെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ബലിയിൽ അതിൻ്റെ പൂർണ്ണതയിലൊക്കെ പങ്കുകാരാക്കി നിൽക്കുവാനുള്ള വലിയ കൃപയ്ക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം ഒന്ന് എഴുന്നേൽക്കാം, കൊഴുന്നേൽക്കാം. നമ്മുടെ ജീവിതങ്ങളെല്ലാം ഈ അൽത്താരയോട് ചേർത്ത് വെക്കാം. നമ്മൾ എന്തെല്ലാം നിയോഗങ്ങളായിട്ടാണോ ഈ അൽത്താരയിൽ, ഈ ആലയത്തിലൊക്കെ വന്നിരിക്കുന്നത്, അതെല്ലാം ഒന്ന് സമർപ്പിക്കാം. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥവ, അനുഗ്രഹത്തിൻ്റെ അക്ഷയ പാത്രവ,
ഉണ്ടാരവ കുറവുകളെ നിറവുകളാക്കുന്നവൾ ആ പരിശുദ്ധ അമ്മയാ. കനായിലെ കുറവറിഞ്ഞിട്ട് മകനോട് പറയുന്ന, മകനെ അവർക്കൊരു കുറവുണ്ട് മകനെ, ഒന്ന് സാധിച്ചു കൊടുക്കുക എൻ്റെ പൊന്നു മകനെ. നമ്മുടെ ജീവിതത്തിൻ്റെ അനർത്ഥങ്ങൾ, വേദനകൾ, കുറവുകളൊക്കെ അമ്മയുടെ പാദാന്തികത്തിലൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ അത് മകനോട് പറയുവന്നേ, ഉത്തരം നൽകുവന്നേ. അമ്മയ്ക്കത് ഏതൊരു അമ്മയ്ക്കും അത് പറയാതിരിക്കാൻ പറ്റാത്ത നമ്മുടെ വലിയ അമ്മ, ഏറ്റവും വലിയ അമ്മ, ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഭാഗ്യം പരിശുദ്ധ അമ്മയാണെന്നേ. അത് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ, നമ്മൾ എന്തെല്ലാം നിയോഗങ്ങളായിട്ടാണോ വേദനകൾ, ഭാരങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുറവുകളെല്ലാം ഈ ആലയത്തിൽ വന്നപ്പോൾ അതെല്ലാം ഈ അൽത്താരയിലൊന്ന് സമർപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ അക്ഷയപാത്രം, എത്ര ബലികളാണ് ഈ അൽത്താരയിൽ അർപ്പിക്കപ്പെടുക. ആ ബലിയുടെ യോഗ്യതകളാലെല്ലാം നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പ്രത്യുത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല അല്പസമയം ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ പോവുക, ഒന്ന് സ്തുതിക്കാൻ പോവുക. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത ബന്ധിയുമായിട്ട് വെറുതെ ആരും നിൽക്കരുത്, സ്വർഗത്തോട് ചേർന്ന് ആസ്വദിക്കുന്നു. അതിനൊരു അപമാനമോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഒന്നും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ അത് ഇരട്ടി അഭിഷേകം. ഇങ്ങനെ ബർത്തിമീസ് ഇങ്ങനെ ഈശോ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ അലമുറയിട്ടാണ് വിളിച്ചത്. മറ്റുള്ളവർ അടുത്തിരുന്നവരൊക്കെ അവനെ അസ്വസ്ഥപ്പെടും. എന്തിനാ നീ അലമുറയിടുന്നത്, മിണ്ടാതിരുന്നൂടെ? പക്ഷെ അവൻ്റെ വിശ്വാസം അവന് പിന്നെയും ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കാനാണ്. പക്ഷെ വെറുതെ ഒന്നുമല്ല, ചെറുതായിട്ടൊന്നുമല്ല, ഉച്ചത്തിൽ വിളിച്ചപ്പോൾ കടന്നുപോയി ഈശോ കേട്ടു, അടുത്ത് വന്ന് തിരികെ വന്നെന്നാ പറയുന്നത്. ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത് എന്ന്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ കാഴ്ച തിരികെ കിട്ടണമെന്ന് അവൻ പറഞ്ഞു. ഈശോ തിരികെ കൊടുത്തു. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല ജീവിതങ്ങളെയും തിരികെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലറിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവില് നമ്മുടെ മാക്സിമം നമ്മുടെ സൗണ്ടൊക്കെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സ്തുതിക്കാൻ പോയി. ഇരു കൈകളൊന്ന് ഉയർത്തിക്കേ, സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കേ, ഒന്ന് ജീവിതങ്ങളെ ഒന്ന് ഈശോയ്ക്കൊന്ന് സമർപ്പിച്ചേ. നമ്മുടെ രോഗങ്ങളെ, ഭാരങ്ങളെ, ആകുലതകളെ, വേദനകളെ, ദുഃഖങ്ങളെ എല്ലാം ഈശോയുടെ പാദാന്തികളിലേക്കൊന്ന് സമർപ്പിച്ചേ. ഈശോ പറഞ്ഞില്ലേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ പറന്നുയരും, ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ലെന്ന്. ആ വചനത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് നിറയണമേ ഈശോയെ. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ വലിയൊരു അനുഗ്രഹമാകും, നിന്റെ പേര് മഹത്തരമുള്ളതാകും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്ന വചനത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് അങ്ങ് നിറയണമേ ഈശോ. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രനാണ്, നീ എന്റെ പ്രിയപുത്രിയെന്ന വചനത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് നിറയണമേ. വലിയൊരു ബന്ധക്കോസ്ത അനുഭവം ഞങ്ങൾക്ക്, പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകി, ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകി, പുതിയൊരു ബന്ധക്കോസ്ത അനുഭവം ഉദാഹരണത്തോടെ വിളിച്ചേ, ഉദാഹരണത്തോടെ ഒന്ന് വിളിച്ചേ, ഒന്നുച്ചത്തിലൊന്ന് വിളിച്ചേ, ആത്മാർത്ഥതയോടെ ഒന്ന് വിളിച്ചേ. ജീവിതങ്ങളെല്ലാം ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുത്ത് വലിയ അഭിഷേകം മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു അമ്മ മാതാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട്, അമ്മേ മാതാവേ ഈ മക്കളെ അങ്ങ് ചേർക്കണമേ അങ്ങ് തിരുക്കുമാരനോട്. മെടവിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു. ചേർന്ന് പാടാം. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ
നിറയും നന്മ നിറഞ്ഞവളമ്മ തലമുറ